നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നൊരു പുതിയ റോഡിൻ്റെ കാഴ്ചയാണ്. നമ്മുടെ മലബാർ മേഖലയിലെ ആളുകൾക്ക് നാഗൂർ, നാഗപട്ടണം, വേളാങ്കണ്ണി, അതേപോലെ തന്നെ തഞ്ചാവൂർ, തൃച്ചിയിലൊക്കെ വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റിയ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്ന NH83 അഥവാ കോയമ്പത്തൂർ നാഗപട്ടണം ഹൈവേയുടെ കാഴ്ചകളാണ്. ഭാരത്മാല പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇത് ഒരൊറ്റ സ്ട്രെച്ചായിട്ടല്ല വർക്കുകൾ നടക്കുന്നത്, പല റീച്ചുകളായിട്ടാണ്, പല സമയത്തായിട്ടാണ് ഇതിൻ്റെ കോൺടാക്റ്റുകൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഏകദേശം കോയമ്പത്തൂർ, പൊള്ളാച്ചി അഥവാ പൊള്ളാച്ചി, ദിണ്ടിക്കൽ റീച്ചുകളൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് തഞ്ചാവൂർ ബൈപ്പാസിൻ്റെ നിർമ്മാണങ്ങളാണ്, ആ ഭാഗത്താണ് ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തഞ്ചാവൂർ ബൈപ്പാസ് അഥവാ തിരുവാറൂർ തഞ്ചാവൂർ ലൈനിലുള്ള ഒരു 14 കിലോമീറ്റർ ബൈപ്പാസിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഭാഗങ്ങളിൽ കുറിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഭാഗങ്ങളിൽ ഇനിയും ഇതിൻ്റെ നിർമ്മാണം തീരാനുണ്ട്. പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ പൊള്ളാച്ചി വരെയുള്ള റോഡ് കുറച്ച് മോശമാണ്. പിന്നെ പൊള്ളാച്ചി ടൗണിലെ ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് തന്നെ നമുക്ക് ഈ റോഡിലേക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കിട്ടും. പിന്നീട് റോഡിൽ കയറിയാൽ നമുക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യട്ടോ. പിന്നെ അത് നമ്മളെ NH44 ഇത് ഡിണ്ടിക്കലിന് ക്രോസ് ചെയ്ത് പോകും. ഞങ്ങൾ ഈ റോഡിന് ഡിണ്ടിക്കൽ വരെയാണ് യാത്ര ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് തിരിഞ്ഞിട്ട് NH44 വഴി നമ്മുടെ കൊടക് റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്കാണ് എത്താനുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ ഫ്രൂട്ട്സിൽ നിന്ന് ക്രഷ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലേക്ക് സപ്പോട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മളെ ചിക്കു. പളനി ടൗണിനെ ഈ റോഡ് ടച്ച് ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ പളനിമലയുടെ അതിമനോഹരമായ കാഴ്ച കാണാം. രാത്രിയൊക്കെ ആണെങ്കിൽ ലൈറ്റിട്ട് അതിമനോഹരമായ കാഴ്ച കാണാം. 7 കിലോമീറ്ററാണ് പളനിയും ഈ റോഡും തമ്മിലുള്ള മാറ്റം. 7 കിലോമീറ്റർ പുറത്തെ സൈഡിൽ കൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അന്ന് ഇതിന്റെ പകുതി വളരെ കുറച്ച് സ്ഥലം ഓപ്പൺ അല്ല. ഈ റോഡ് ഇപ്പൊ ഇതിപ്പോ കുറെ ആൾക്കാർക്ക് അറിയാത്തവരുണ്ടാവില്ല. ഇങ്ങനെ ഒരു ഇല്ല, കോയമ്പത്തൂർ മുതൽ പിന്നെ കോയമ്പത്തൂരിന്ന് നാഗപട്ടണം ആദിച്ചാല് വേളാങ്കണ്ണി പോണവർക്ക്, തഞ്ചാവൂർ പോണവർക്ക് ഇല്ല, തൃച്ചി ടച്ച് ചെയ്യണ്ട. ഇത് തിരിച്ച് ടച്ച് ചെയ്യുന്നുണ്ട് പോലും, ടച്ച് ചെയ്യില്ല, സൈഡിൽ കൂടെ പോകുന്നു, എവിടെയും ടച്ച് ചെയ്യണ്ട. അതാണിപ്പോ നമുക്കിപ്പോ പാലക്കാട് എത്തിയാ പിന്നെ എന്ത് ചെയ്യാ, ഫ്രീ ആയിട്ട് ഇങ്ങനെ റോഡിന് പോകാം. ഇതിങ്ങനെ ഇതെവിടുന്ന ഇത് പണി ചെയ്യാത്ത ഭാഗമല്ലേ. ചില ഭാഗങ്ങളിലൊക്കെ അതേപോലെ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ഇനിയും തീരാൻ ബാക്കിയുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു ഗ്രീൻഫീൽഡ് ലൈനിലാണ് റോഡ് പോകുന്നത് എന്നതുകൊണ്ട് നമുക്ക് വലിയൊരു ഗതാഗതക്കുരുക്കൊന്നുമില്ല. സർവീസ് റോഡ് കംപ്ലീറ്റ് ഫ്രീ ആണ്. പിന്നെ 60 മീറ്ററിലാണ് ഇവിടെ സ്ഥലം അക്വയർ ചെയ്തിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ സർവീസ് റോഡ് 2 ലൈന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് 45 മീറ്ററിലായതുകൊണ്ടാണ് നമ്മൾ വിട്ടുപോയത് കേരളത്തിൽ. അടിപൊളി ഒരു വെള്ളം വ്യത്യാസം. അവിടെ കുളിച്ചാലോ, ട്രൗസറൊക്കെ ഉണ്ടല്ലോ. തണുത്ത വെള്ളം ഇതാണല്ലേ, കാറ്റുണ്ടായതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും. അതെ, കരിങ്കല്ലാണ്, മോറിയാണ്. പളനി 29 കിലോമീറ്റർ അല്ലേ, ഡിണ്ടിക്കൽ 84, മധുരൈ 155. മധുര ടച്ച് ചെയ്തില്ലല്ലോ, മധുരയ്ക്ക് വേറെ ഹൈവേ മാറൂല. മാറും ഹൈവേ മാറും. എന്താ പറയുക, ഇതിന് നാഗപട്ടണത്തേക്കൊന്ന് പോയി നോക്കണം. തഞ്ചാവൂർ കാണാൻ താല്പര്യമുള്ള 1-2 ആൾക്കാരുണ്ട് എന്നോട് ഇങ്ങനെ പറയലുണ്ട്.
നേരെ വിട്ടാൽ മതിയല്ലോ അല്ലേ? ഇവിടുന്നാണ് അന്ന് നമ്മൾ വരുമ്പോൾ കയറിയത്. പളനി കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. പളനി കാണാൻ കുറച്ചുകൂടി അപ്പോൾ ഉദുമൽപേട്ട എത്തിയാൽ നമ്മൾ മെച്ചായി നമുക്ക് കയറും. അല്ല, ഉദുമൽപേട്ടൊക്കെ കഴിഞ്ഞു പോയി. ഇനി നമ്മൾ ഓടി ടച്ച് ഇല്ല. ഓടി ടച്ച് ഉദുമൽപേട്ട കഴിഞ്ഞ്. ഹലോ, ഇതാ പളനി. സാപ്പാടുന്ന് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നത്. കൊടുത്തത് ഞാൻ എൻ്റെ ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. ബീഫില്ല, സാപ്പാട്. சாப்பிட்டாச்சு. இங்கே கடையில் இருக்குதா நீங்கள் வீட்டில்? வீட்டில் இல்லை. சரி சரி. அவர் அண்ணன் இருக்கா? നമ്മളെന്നും ബീഫ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇവിടെ ബീട്രൂട്ടിൻ്റെ വിളവെടുപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തൊലി കട്ടി കുറഞ്ഞ ബീട്രൂട്ട് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇവർ പറിച്ചിട്ട് എന്താണ് നല്ല കഴുകാണ് കേട്ടോ. ഇത് മധുരയ്ക്ക് പോകാനുള്ള ലോഡാണ് ഇപ്പോൾ ഇവരാക്കി കൊടുക്കുന്നത്. ഇവരെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ടോ. ഈ റോഡിന് ഏറ്റവും വലിയ കാഴ്ച ഒന്ന് നമ്മുടെ കൃഷിയും, രണ്ടാമത്തത് ആ ഫാൻ ഉണ്ടല്ലോ, വലിയ ഫാൻ കറണ്ട് ഉണ്ടാക്കണം. ആ രണ്ട് കാഴ്ചയാണ്. അപ്പോൾ അതാ മധുരയ്ക്ക് ലോഡ് ഉണ്ടാക്കാൻ ലോറി എത്തിക്കഴിഞ്ഞു. നല്ല കാറ്റാണ് ഇവിടെ. നല്ല കാറ്റ് പറഞ്ഞാൽ ചില സമയത്ത് വാഹനങ്ങളെ കൺട്രോൾ വരെ പോകുന്ന രീതിയിലുള്ള കാറ്റാണ്. ഇത് നമ്മുടെ നെല്ലിയാമ്പതി വാളയാർ ഗ്യാപ്പ് ഉണ്ടല്ലോ, പശ്ചിമഘട്ടത്തിൻ്റെ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞ കാറ്റായതുകൊണ്ടാണ് ഇവിടെ ഇത്ര വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. നല്ല മനോഹരമായ കാഴ്ചയാണ്. പിന്നെ തമിഴ്നാട്ടിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു മാറ്റം, കുറച്ച് കാലമായിട്ട് തമിഴ്നാട് നല്ലൊരു ക്ലീൻ സംസ്ഥാനമായിട്ട് മാറുന്നുണ്ട്. കേരളത്തിനെ പോലൊക്കെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ വൃത്തിയായി ചെയ്യാൻ തമിഴ്നാടും ആരംഭിച്ചിട്ടുണ്ട്. ലോഡുണ്ടാവുമ്പോൾ എത്ര കാറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ? രാത്രി കാറ്റ് ദമ്മുണ്ടാവും. വണ്ടിക്കോ അപ്പം അതിനനുസരിച്ച് ആകാതെ തണല് വരും. കണ്ടനുസരിച്ച് ഈ വലിയ റോഡാണ് ഒരു റോഡാണ്. വിട്ടുതരൂല. ഇനി അപ്പുറത്തൂടെ വേറെ റോഡുണ്ട്. ശരി. അതെ. പൊള്ളാച്ചിന്ന് വേറെ റോഡുണ്ടല്ലോ. ആരും എല്ലാം അങ്ങോട്ട് വരൂല. അറിയാത്ത ആൾക്കാർ മാത്രമേ ഇതുണ്ടാവും. ഇപ്പൊ നമ്മളെ പഴയ റോഡായിട്ട് ഒരു ബന്ധമില്ലല്ലോ. ഒരു ബന്ധം. ഒട്ടൻചിത്രയിൽ പിന്നെ പഴയ റോഡ് മേലെ കയറി പോണ്ടാ. ഒട്ടൻചിത്ര കഴിഞ്ഞാൽ പിന്നെ പഴയ റോഡ്. അതിപ്പോ എന്താ ഇതിന് പറയാ, ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ലല്ലോ, അവിടെ ഇല്ലല്ലോ. ഉണ്ടോ? ഒട്ടൻചിത്ര കഴിഞ്ഞാൽ പിന്നെ പഴയ റോഡല്ലേ? അപ്പൊ അയവല്ല. നമുക്ക് ഈ അയവ് നേരെ പോകും. ഈ അയവ് അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ പഴയ റോഡ് നന്നാക്കിയാണ്. പഴയ റോഡ് പിന്നെ അവിടുന്ന് ഒട്ടൻചിത്ര കഴിഞ്ഞതിന്റെ പിന്നെ തിരി ദിണ്ടിക്കന്ന് പിന്നെ വേറെ പുതിയ റോഡ്.
ആ കാണുന്നത് നമ്മുടെ കൊടൈക്കനാൽ സൈഡാട്ടോ, കൊടൈക്കനാൽ മലകൾ. നാഗപട്ടണം 308, ഡിണ്ടിക്കൽ 31 അല്ലേ, ഒട്ടച്ചിത്രം 8. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ചായ കുടിക്കണം, വൈകുന്നേരമായി. അപ്പോൾ നൗഫൽ സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഇതൊരു മലയാളീസിൻ്റെ കടയാണ്. മലയാളീസിൻ്റെ കട തന്നെയാണ് തമിഴ്നാട്ടിൽ 99% ചായക്കടി. എവിടെ പോയാലും മലയാളീസിൻ്റെ കട ഉണ്ടാവും. അപ്പോൾ ഇനി ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടരും. ട്രാഫിക്കില്ലാത്ത റോഡ്, ഇക്കൂടുള്ളൊരു യാത്ര, രണ്ട് ഭാഗത്തും ഇതേപോലെ മനോഹരമായ കാഴ്ചകൾ. ഇത് വേറൊരു വഴി തന്നെ ഉണ്ടാവും. ഈ ട്രാഫിക് ഉണ്ടായാലാണ് നമുക്ക് യാത്ര ചർച്ച. ഒട്ടച്ചിത്ര അല്ലല്ല, ആ കഴിഞ്ഞില്ല, അത് മേൽപ്പാലം നമ്മൾ മേലെ കൂടെ പോന്നില്ല. മധുര 75 കിലോമീറ്റർ. മധുരയിലൊക്കെ എത്തിയില്ല നമ്മള്. മധുരയൊക്കെ നമ്മൾ പോകണ റൂട്ടല്ലല്ലോ, വേറെ റൂട്ട്. ആ അതാ റൂട്ടല്ല, മധുരയൊക്കെ ഞാൻ പോയിന്. മധുര പോയിന്, ധനുഷ്കോടി പോയിന്. നമ്മൾ ഇന്നാള് വന്നിരുന്നില്ല, രാവിലെ മുതൽ നമുക്ക് രാത്രിയിലോടത് അന്ന് നമുക്ക് അറിയാത്തോണ്ടേനി. നമുക്ക് അന്ന് ട്രെയിൻ ഉണ്ടേനി മധുരയ്ക്ക് 15 ഉൾപ്പെടുത്താത്തി മധുരയിലെത്തിന് പോയി കണ്ടിട്ട് പോരേനി. അപ്പം അങ്ങനെ ഞങ്ങൾ ഡിണ്ടിക്കലെത്തി. ഡിണ്ടിക്കലിൽ നിന്ന് ഞങ്ങൾ റോഡ് മാറുട്ടോ. ഡിണ്ടിക്കൽ കൂടെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ NH44 കടന്നു പോകുന്നത്. അപ്പോൾ അതിനെ ക്രോസ് ചെയ്തിട്ടാണ് ഈ റോഡ് കടന്നു പോവുക. നേരെ പോയാൽ തൃച്ചി, തഞ്ചാവൂർ, നാഗപട്ടണം നേരെ പോയാൽ, വേളാങ്കണ്ണിയൊക്കെ പോകണമല്ലോ, നാഗൂർക്കൊക്കെ പോകണമല്ലോ നേരെ പോവുക. മധുരയ്ക്കൊക്കെ പോകണമല്ലോ എന്ത് ചെയ്യുക, ഇവിടുന്ന് വലതുവശത്തേക്ക് പോവുക, ഈ NH44. NH44 നിങ്ങൾക്കറിയിക്കാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ആണ്. ഏകദേശം 3700 കിലോമീറ്ററോളം നീളമുള്ളൊരു ഹൈവേ ആണ് NH44. NH53 നേരെ പോകുന്നു. നമ്മളിനി NH44 പ്രവേശിക്കാൻ പോവാണ്. ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഇത്ര സ്റ്റേറ്റ് കൂടെ കടന്നു കൊണ്ടിട്ട് ഈ ഹൈവേ. ഇതിനൊന്ന് യാത്ര ചെയ്യണം. ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ NH7. ബാംഗ്ലൂരൊക്കെ ടച്ച് ചെയ്തിട്ടാണ് ഈ ഹൈവേ പോവുക. അപ്പോൾ നമ്മൾ NH7 പ്രവേശിക്കാൻ പോവാണ്. ശ്രീനഗറിൽ നിന്നാണ് ഈ ഹൈവേ തുടങ്ങുന്നത്. പറഞ്ഞല്ലോ, കന്യാകുമാരിയിലാണ് ഈ ഹൈവേ അവസാനിക്കുന്നത്. പറഞ്ഞു എന്നിട്ട് ആളെ കിട്ടൂല. നമ്മൾ ഈ റോഡിന് പോതിനി, ഈ റോഡിന്റെ അവിടെ ഈ റോഡുമ്പോ കയറി എങ്ങനെയാലും. അപ്പൊ അന്ന് ആ റോഡ് പണി അടക്കേരി അല്ലല്ല, ഈ റോഡുമ്പോ കയറി. ഈ റോഡ് പേര് അന്ന് നമുക്ക് കുറഞ്ഞതുള്ളൂ 3 കിലോമീറ്റർ നമ്മൾ ഈ റോഡുമ്പോ കയറുള്ളൂ. അപ്പൊ അതിന് ടോളേറ്റ് നമ്മൾ ഇറങ്ങി. നമ്മൾ ഇറങ്ങാനുള്ള കാരണം അപ്പോൾ പിന്നെ നമ്മളെ സ്ഥലത്തി എത്തി. അപ്പൊ ഇപ്പോൾ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ടി. നമ്മള് വേറെ റൂട്ടിലാണ് വന്നത്. ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പോ വന്ന റൂട്ടിന് 5 കിലോമീറ്റർ കൂടുതലാണ്. ശരി. അവിടെ നമുക്ക് അത്ര ഓടാനേ ഉള്ളൂ. നമ്മളെത്താനായി. നമുക്ക് ഇനി ഒരു 10 കിലോമീറ്റർ, 10 അല്ല 16 അത്രേ ഉള്ളൂ.
ഒട്ടൻചിത്രം നമ്മൾ പോകാനുള്ള അതിലെ പോണേ അതിന് അപ്പുറത്ത് കൂടെ അല്ല ഇത് പോണേ നമുക്ക് ഇറങ്ങാനുള്ള അല്ല അത് ഇറങ്ങാനുള്ള റോഡാണിത്. ആ ഈ റോഡ് നേരെ പോകണം. ഈ റോഡ് നേരെ തിരുവനന്തപുരം വരെ ഈ റോഡ് പോകും. അല്ല ഞാൻ പറഞ്ഞേ നമ്മളിപ്പോ ഇതില്ല കൊടൈക്കനാൽ റോഡില്ല അതിന്റെ അടുത്ത് കൂടെ ഹൈവേ പോണില്ല. ആ ഇതാണ്. ആ ശരി. ആ കൊടൈക്കനാൽ റോഡ് ആദ്യം ഹൈവേമ തന്നെയാണല്ലേ. ഇവിടെ കിട്ടല്ലോ ഇവിടെ കമ്പനി ഉണ്ടല്ലോ. ഫാക്ടറിയാണ് തന്നെ ഫാക്ടറികളെ വാണിജ്യ മേഖല ഇത് മറ്റേ ഇൻഡസ്ട്രി മേഖല. ഈ റോഡിൻ്റെ നമ്മളാ കാണുന്ന മലൻ്റെ താഴ്വരത്തൊക്കെ മുന്തിരിൻ്റെ കൃഷിയാട്ടോ. നമ്മൾ മുന്തിരി ഉണ്ടല്ലോ, റോസ് മുന്തിരി, നമ്മൾ ജ്യൂസിന് ഉപയോഗിക്കുന്ന മുന്തിരിയല്ല മറ്റത്, അതിൻ്റെ കൃഷിയാണ് ഈ ഭാഗത്ത് കൂടുതലുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 6:15 സമയമായി. അങ്ങനെ വഴിയിലുള്ളൊരു മുന്തിരിത്തോട്ടത്തിൽ ഞങ്ങൾ കയറി. അപ്പോൾ മുന്തിരി ഇങ്ങനെ വളഞ്ഞ് വരുന്നുള്ളൂ. 6 മാസം കൂടി കഴിയും വിളവെടുക്കാനെന്നാണ് ഇവിടുത്തെ ഈ വീട്ടുകാരനായ കുട്ടി പറഞ്ഞത്. ഈ സാധനം കണ്ടങ്ങൾ ഇത് നമ്മൾ കാണുമ്പോൾ ചെറുതാന്ന് തോന്നുന്നു. ഇത്രയും വലുപ്പമുണ്ട് അതിൻ്റെ ഒരു ലീഫ്. ഇതിവിടുത്തെ വലിയൊരു ബിസിനസ്സാണ്. അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ ഈ ടോള് കൊടുത്താൽ ഞങ്ങൾ ഇറങ്ങും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവസാന സമയത്തൊരു ടോൾ ഒന്നുമില്ല. ഈ ടോൾ നമുക്ക് നഷ്ടമാണ്. നമ്മൾ അതിനകത്ത് ഇവിടെ നാട്ടിലുള്ള ഈ നവംബർ വന്നു. നമുക്കിത് കയറി ഇങ്ങോട്ട് അങ്ങനെ കൊടൈ റോഡ് റെയിൽവേ സ്റ്റേഷൻ അല്ലേ? കൊടൈക്കനാൽ റോഡല്ല. അപ്പം നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ എൻട്രൻസ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൊടൈ റോഡ് തമിഴന്മാർ അങ്ങനെയാണ് പറയുക. കൊടൈക്കനാലിലേക്ക് റെയിൽവേ മാർഗം പോകേണ്ട ഒരു ഇറങ്ങേണ്ട സ്റ്റോപ്പാണ് കൊടൈ റോഡ്. അപ്പോൾ സുഹൃത്തുക്കളെ, മനോഹരമായ റോഡിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകളുമായി വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ഗുഡ്.